തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നിറഞ്ഞു കവിഞ്ഞ് പൂവിട്ട് നിൽക്കുന്ന ഒരു മണിമുല്ല ചെടിയുടെ വീഡിയോ ആണിത്. അപ്പോൾ ഈ കാണുന്നത് ഒരു മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. മുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം പൂക്കളെല്ലാം കൊഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ചെടി നല്ലതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. അതിനുശേഷം ഇത് പൊട്ടിക്കിളിർത്ത് പുതിയ വള്ളികളിലായിട്ട് നിറയെ മുട്ടും പൂങ്കലകളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനി ഈ പൂക്കളെല്ലാം നശിച്ചു കഴിയുമ്പോഴേക്കും ഞാനിത് വീണ്ടും പ്രൂൺ ചെയ്ത് നിർത്തും. ഇത് മൂന്നാമത്തെ തവണയാണ് പൂവിടുന്നത്. നട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴും ആദ്യത്തെ ഡിസംബറിൽ പൂവിട്ടു. 2 കുല പൂക്കളുമായിട്ടാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ഡിസംബറിൽ ഇത് നിറയെ പൂവിട്ടു. പക്ഷേ തുടർച്ചയായി ഉണ്ടായ മഴ കാരണം ആ പൂങ്കുലകളൊക്കെ നശിച്ചു പോവുകയും വിരിഞ്ഞു വന്ന പുതിയ പുതിയ മുട്ടുകൾ കൂടി നശിച്ചു പോവുകയും ചെയ്തു. ഇത്തവണ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ നല്ല ഭംഗിയായി പൂമത്ത പോലെ വിരിഞ്ഞു കിടക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന ഈ ചെടി ഡിസംബറിലാണ് പൂവുണ്ടാകുന്നത്. പുതുവത്സരവും ക്രിസ്തുമസിനും ഒക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെടി മതി. നിറച്ച് പൂക്കളുമായിട്ട് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. നിറയെ തേനീച്ചകൾ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ഈ പൂങ്കുലകൾക്ക് മനം മയക്കുന്ന സുഗന്ധവും ഉണ്ട്. യാതൊരു പരിപാലനവും വേണ്ടാത്ത ഒരു ചെടിയാണിത്. 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിവെച്ച ഒരു തൈയാണ് ഇത്. ഇതുപോലെ പടർന്നു നിൽക്കുന്നത്. ഇത് മഴക്കാലമായി കഴിയുമ്പോഴേക്കും ഇതിന്റെ തണ്ടുകൾ നമുക്ക് മുറിച്ച് നട്ട് വേരുപിടിപ്പിച്ചെടുക്കാം. എനിക്ക് സെയിലൊന്നുമില്ല, അതുകൊണ്ട് എന്നോട് ആരും ചോദിക്കരുത്. ആരെങ്കിലും നേരിട്ട് വന്നാൽ അതിന്റെ കൊമ്പ് ഞാൻ കൊടുക്കുന്നതാണ്. ഈ പൂക്കാലമൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. ഇപ്പോൾ ഒരുവിധ എല്ലാ നഴ്സറികളിലും ഈ ചെടിയുടെ വേരുപിടിപ്പിച്ച തൈകൾ ലഭ്യമാണ്. നിങ്ങളുടെ സമീപത്തുള്ള നഴ്സറിയിൽ ഈ ചെടി കിട്ടുന്നില്ലെങ്കിൽ റാന്നിയിലുള്ള ഒരു നഴ്സറിയിൽ ഇത് ലഭ്യമാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്നറിയില്ല. എനിക്കറിയാം അവിടെ ഇതുണ്ടെന്ന്. വേണമെങ്കിൽ അതിന്റെ നമ്പർ തരാം. ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. കഴിഞ്ഞ ഒരു വർഷം ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ സങ്കടങ്ങളുടെയും പരിഹാരമായിട്ടാണ് ഈ ചെടി വന്ന് ഇതുപോലെ പൂവിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. 2023 പലർക്കും ദുഃഖങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം മറന്നേക്കൂ. ഈ പുതിയ വർഷം നിങ്ങൾക്കായി സന്തോഷിക്കാൻ കുറേ കരുതിയിട്ടുണ്ട്. അതിന്റെ പ്രതീക്ഷയിൽ ജീവിക്കണം. എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. 2024 എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ മതിയാകൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഒന്ന് കമന്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ. അത് എന്താണെന്ന് ഞാൻ 2025 വരവേൽക്കുന്ന സമയത്ത് ആ വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പേര് എടുത്തു പറയാതെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹാപ്പി ന്യൂ ഇയർ. 2024 എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ. അതുപോലെ തന്നെ ആരോഗ്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.